അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടാണ്. പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ള കമൻറ്റ്. പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ദുആ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ടാകും, നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾ പലതായിരിക്കും. ഓരോ ദിവസവും പലതായിരിക്കും, ഓരോ ആഴ്ചയിലും അതിൽ വ്യത്യാസം വരും, ഓരോ മാസത്തിലും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തയ്യാറാക്കുന്നതാണ് ദുആ ബക്കറ്റ് ലിസ്റ്റ്. നമുക്ക് മന്ത്ലി പ്ലാനിങ്ങിൽ ദുആ ബക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതുപോലെ വീക്ക്ലി പ്ലാനിങ്ങിലും. അതുപോലെ ഓരോ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ടു ഡു ലിസ്റ്റായിട്ട് എഴുതി തയ്യാറാക്കുന്നവരാണെങ്കിൽ അന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദുആ ബക്കറ്റ് ലിസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റും. ഓരോ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നേടിയെടുക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരം തരാമെന്ന് അള്ളാഹു താല നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മളെ ദുആക്ക് ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല കിട്ടുന്നത്. പക്ഷെ ഒരിക്കലും നമുക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല. പക്ഷേ നമുക്കത് നാളെ ആഖിറത്തേക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാക്കിയിട്ട് അള്ളാഹു താല അവിടെ കരുതി വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ദുനിയാവിൽ ഇന്ന് തന്നെ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ തന്നെ ഉള്ള ഉത്തരം അള്ളാഹു താല അതിന് നമുക്ക് തരും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ലാതെ നമുക്ക് വരാനുണ്ടായിരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ അള്ളാഹു താല നമ്മളെ പ്രാർത്ഥനകൾ കൊണ്ട് തട്ടിമാറ്റും. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടും എന്ന ഉറപ്പോടു കൂടി, എൻ്റെ റബ്ബ് കാരുണ്യവാനാണെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. എല്ലാം തരാനും തടഞ്ഞു വെക്കാനൊക്കെ അർഹതയുള്ളവന് അള്ളാഹു താല തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മളെ മക്കളുടെ കാര്യത്തിൽ, അതായത് ഭർത്താവിൻ്റെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, ആരോഗ്യം, ഇങ്ങനെ ഓരോ മേഖലകളിലും പ്രത്യേകം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകം പോസിറ്റീവായിട്ട് അത് മാറുന്നതായിട്ട് കാണാൻ കഴിയും. അതിനുള്ള റിസൾട്ടും പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല പ്രയാസമുണ്ട്. അപ്പോൾ അത് മാറണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥന എപ്പോഴും അത് ഫോക്കസ് ചെയ്തിട്ടായിട്ട് ദുആ ചെയ്യുക. ഓരോ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കാനുണ്ടാവും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ മറന്നു പോകും. നമ്മളിങ്ങനെ ഒരു ലിസ്റ്റാക്കി തയ്യാർ ചെയ്തിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാര്യവും വിടാതെ അള്ളാഹു താലാനോട് ചോദിക്കാൻ കഴിയും. ഇപ്പോൾ തഹജ്ജുദിൻ്റെ നേരത്തൊക്കെ ആണെങ്കിൽ വളരെയധികം ഉത്തരം കിട്ടാൻ ചാൻസ് ഉള്ളൊരു സമയമാണ്. ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ഇങ്ങനെ എഴുതി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മ വരും. അപ്പോൾ ഓരോന്നും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ച് നേടിയെടുക്കാൻ കഴിയും. എൻ്റെ പ്രാർത്ഥന അള്ളാഹു താല കേൾക്കും, തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അള്ളാഹു താല ഉത്തരം തരുന്നവനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുമോ, അങ്ങനത്തെ ഒക്കെ നെയ്യത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടൂല. നമ്മളെപ്പോഴും ഉറച്ച മൈൻഡോട് കൂടിയിട്ട് തന്നെ പ്രാർത്ഥിക്കണം. എൻ്റെ റബ്ബ് കാരുണ്യവാനാണ്, എനിക്കുത്തരം തരാൻ എൻ്റെ റബ്ബിന് മാത്രമേ കഴിയൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക നിരന്തരമായിട്ട്. നമ്മുടെ ലൈഫിൽ അത് പോസിറ്റീവായിട്ട് മാറി നമുക്കതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ തെളിഞ്ഞു വരും. പിന്നെ നമ്മൾ ദുആ ചെയ്യണമൊക്കെ സമയത്ത് എപ്പോഴും ഒരേ സ്ഥലം തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് നമുക്ക് ആ സ്ഥലത്ത് പോയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരും ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിക്കാണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ സ്ഥലം ചൂസ് ചെയ്തിട്ട് പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുക്കുക. നല്ല സ്ട്രെസ്സായിട്ട് അനുഭവപ്പെടുന്ന ദിവസങ്ങളൊക്കെ നമുക്കുണ്ടാകും. ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്ത് നമ്മളെ സ്ട്രെസ്സൊക്കെ റിലീസാകാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എല്ലാ പ്രശ്നത്തിനും വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അള്ളാഹു താല നമ്മളെ ലൈഫിൽ തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും.
നമ്മൾ ആരോഗ്യം, നമുക്ക് കാഴ്ച തന്നിട്ടുള്ള കണ്ണ്, നമ്മൾ ശ്വസിക്കുന്ന ഈ ഓക്സിജൻ, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ, ഈ കാര്യങ്ങൾക്കൊക്കെ ഓരോ മിനിറ്റ് ഓർമ്മ വരുന്ന സമയത്തൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളൊന്നും കിട്ടാത്ത എത്രയോ പേര് ഈ ദുനിയാവിലുണ്ട്. പക്ഷേ അള്ളാഹു താല അവരിൽ നിന്നൊക്കെ എത്രയോ ശ്രേഷ്ഠമായിട്ട് നമുക്കിതൊക്കെ തന്നു. അപ്പോൾ അതിന് ഓരോ നിമിഷവും അള്ളാഹു താലാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ ലൈഫിൽ കണ്ടിന്യൂ ആയി കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രത്യേക ഒരു ലിസ്റ്റ് വെച്ച് പ്രത്യേകം ഒരു പ്ലേസിൽ വെച്ച് എപ്പോഴും നിരന്തരം, നമ്മളിപ്പോൾ ഈവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹു താലാനോട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഒരു ദുആ ബക്കറ്റ് ലിസ്റ്റ് മേക്ക് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അല്ലാതെ പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നെ കണ്ടറിയാൻ കഴിയും. ഓരോ കാര്യവും വിടാതെ നമുക്ക് അള്ളാഹു താലാനോട് ചോദിച്ച് വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു ലിസ്റ്റാക്കി വെച്ച് അള്ളാഹു താലാനോട് ചോദിക്കുന്നതാണ് ദുആ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ദുആ ചെയ്യുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹംദും സലാത്തൊക്കെ വെച്ചിട്ട് തുടങ്ങുന്നതും പ്രാർത്ഥനകൾക്കുള്ള എല്ലാ മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാകും. അപ്പോൾ ഓരോ സമയത്തും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ച് നമുക്ക് നേടിയെടുക്കുക. അതിനുവേണ്ടി എപ്പോഴും ശ്രമിക്കുക. നമ്മുടെ വിശ്വാസം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എൻ്റെ റബ്ബ് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു താല ഉത്തരം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.